ഇനി ഇന്നത്തെ സ്റ്റോറി ഓഫ് ദി ഡേയിലേക്കാണ്. ചരിത്രത്തിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ പര്യായമാണ് ഈജിപ്ഷ്യൻ റാണി ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം കഴുതപ്പാലാണ് എന്നാണ് പറയപ്പെടുന്നത്. ചർമ്മ സംരക്ഷണത്തിനായി ക്ലിയോപാട്ര ദിവസവും കുളിച്ചിരുന്നത് കഴുതപ്പാലിലായിരുന്നു. എന്നാൽ മലയാളികൾക്കും ഇനി കഴുതപ്പാലിൽ കുളിക്കാം. യുവ സംരംഭകയായ ഭാഗ്യശ്രീ അതിനുള്ള മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കാണാം. ചെറുപ്പത്തിൽ വായിച്ച കഥകളിലൂടെയാണ് ഈജിപ്ഷ്യൻ റാണി ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ഭാഗ്യശ്രീ അറിയുന്നത്. ക്ലിയോപാട്രയുടെ സൗന്ദര്യ രഹസ്യം ഇനി നമുക്കും പിന്തുടരാം. അതിനുവേണ്ടി കഴുതപ്പാൽ കൊണ്ട് സോപ്പുകൾ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് കൊല്ലം സ്വദേശിനിയായ ഭാഗ്യശ്രീ. കേരളത്തിൽ ലഭ്യമല്ലാത്ത കഴുതപ്പാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച് ശുദ്ധീകരിച്ച ശേഷമാണ് സോപ്പ് നിർമ്മാണം. 1 ലിറ്റർ കഴുതപ്പാലിന് 5000 മുതൽ 10000 രൂപ വരെയാണ് വില വരുന്നത്. കഴുതപ്പാലിൽ 12ലധികം വിറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഭാഗ്യശ്രീ പറയുന്നത്. കഴുതപ്പാലും കൂടെ ആകുമ്പോൾ ആരോഗ്യം സൗന്ദര്യമല്ല ഒരുപോലെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. കോവിഡ് കാലത്തെ വിരസത അകറ്റാൻ തുടക്കമിട്ട പദ്ധതിയിലൂടെ ഭാഗ്യശ്രീ ഇന്ന് ഒരു സംരംഭകയായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരായ നിരവധി സ്ത്രീകൾ ഇന്ന് ഭാഗ്യശ്രീയുടെ സംരംഭത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഭാഗ്യശ്രീക്ക് തൻ്റെ ചുറ്റുമുള്ള വനിതകളെ സ്വയം പര്യാപ്തരാക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് കൃഷി. നമ്മളുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഉപയോഗിച്ച് ഒരു മൂല്യവർദ്ധിത ഇത് ചെയ്യുക, അതാണ് മെയിൻ. അപ്പം ആരോ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഷിക വിളയാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് കൊണ്ടുവരിക. പണ്ടുള്ള മനുഷ്യർ ഒരു 7000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ വായിച്ചറിഞ്ഞതാണ് ആളുകൾ ആഹാരമായിട്ടും ഔഷധമായിട്ടും സൗന്ദര്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ് ആരോ റൂട്ട്. അപ്പോൾ അതിനെ മെയിനായിട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാകും. കൊച്ചിയിൽ നടക്കുന്ന കൈത്തറി വിപണന മേളയിലാണ് ഭാഗ്യശ്രീയുടെ കഴുതപ്പാൽ സോപ്പുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു സോപ്പിന് 100 രൂപയാണ് വില വരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.